കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 3 പേരെയും പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുമ്പും ഇതേ തൊഴിലാളികൾ ഇവിടെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ ജോയി പറഞ്ഞു. ഇവർ ഈ കാര്യത്തിൽ നമ്മുടെ ഈ മേഖലയിൽ വന്ന് ഈ ടാങ്ക് ക്ലീൻ ആക്കുന്നതെല്ലാം മുമ്പ് ഇവരായിരുന്നു. ഇവർ തന്നെ ഒരു മഴയ്ക്ക് മുമ്പായിട്ട് ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് ഇവർ തന്നെ ഈ ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു 5 അടി സ്ലറിൽ കൂടുതലില്ല ഇപ്പോൾ ഈ ടാങ്കിനകത്ത്. പക്ഷേ ഈ പോയിസനാണ് ഇതിൻ്റെ പ്രശ്നം. ആദ്യം മാൻഹോളിൽ കൂടി ഇറങ്ങിയ ആൾ ഇതിനകത്ത് കമന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് മറ്റുള്ള 2 പേരും പുറകെ ഇറങ്ങേണ്ടി വന്നത്. ഇത് 1 മാസമായിട്ട് ഈ ഹോട്ടൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അത് വേറൊരു ഓണർഷിപ്പിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി റിനോവേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ വർക്കുകൾ രാത്രിയും പകലുമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ജില്ലാ കളക്ടറോട് മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പോർട്ട് തേടി. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. രാഹുൽ, ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഈ ടാങ്കിലേക്ക് ഇറങ്ങുമ്പോൾ അതിനുവേണ്ട മുൻകരുതൽ നടപടികളൊന്നും ഇന്നലെ സ്വീകരിച്ചിരുന്നില്ലേ? ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, അതിദാരുണമായ സംഭവം ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയായിരുന്നു നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആ ഹോട്ടലിന് സമീപം തന്നെയാണ്. ഈ കാണുന്ന മാൻഹോളിലൂടെയാണ് ആദ്യം തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വ്യക്തി ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനായി ഇറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ആ കാണുന്ന കുറഞ്ഞ ദ്വാരമുള്ള ആ ഹോളിലൂടെ അകത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തെ കാണാതെ വന്നതോടെയാണ് കൂടെ ഉണ്ടായിരുന്ന 2 പേർ കൂടി അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് അതിനുള്ളിലേക്ക് ഇറങ്ങുന്നത്. തുടർന്ന് 3 പേരും ഈ അപകടത്തിൽ പെടുകയായിരുന്നു. 10 മണിയോടുകൂടി അപകടം നടക്കുന്നു. ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 11:45 കൂടിയാണ് 3 പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതിലൂടെ അതിനകത്തേക്ക് ഇറങ്ങുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. തുടർന്ന് JCBയുടെ സഹായത്തോടെ ഈ കാണുന്ന വലതുവശത്ത് പ്രത്യേകിച്ച് ഈ മണ്ണ് നീക്കി കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്ത ശേഷം സമാന്തരമായി ഒരു ദ്വാരം ഉണ്ടാക്കിയ ശേഷമാണ് അതിനകത്തേക്ക് ഇറങ്ങാൻ സാധിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ കാണുന്ന ഭാഗത്തു നിന്നുമാണ് 3 പേരുടെ മൃതദേഹവും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. 3 പേരെയും പുറത്തെത്തിച്ചപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കമ്പം സ്വദേശിയായിട്ടുള്ള ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ തുടങ്ങി 3 പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 3 പേരുടെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ഇന്ന് നടക്കാൻ പോവുകയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാലിന്യ ടാങ്കിലെ വെള്ളം വറ്റിച്ചിരുന്നത്. അതിനുശേഷം വെള്ളം പൂർണ്ണമായി മാറ്റിയെന്ന ഒരു ധാരണയിലായിരിക്കാം ഈ തൊഴിലാളികൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കീർത്തന സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആളുകൾക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം രാത്രി സമയമായിരുന്നു. ആ രാത്രി ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് അപകടം നടക്കുന്നത്. ഈ കാണുന്ന ഹോട്ടൽ ഏതാണ്ട് 1 മാസം മുമ്പാണ് അടയ്ക്കുന്നത്. നേരത്തെ ഓറഞ്ച് എന്ന പേരിലായിരുന്നു ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ആ ഓറഞ്ച് എന്ന ഹോട്ടൽ മറ്റൊരാൾക്ക് കൈമാറുന്നു. അതിനുശേഷമുള്ള നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയെന്നും പകലെന്നും വേർതിരിവില്ലാതെ 24 മണിക്കൂറും ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ വാർഡ് കൗൺസിലർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 6 മാസം മുമ്പും ഈ 3 തൊഴിലാളികളും ഇവിടെ എത്തിയ ശേഷം ഈ ടാങ്ക് ക്ലീൻ ചെയ്തിരുന്നു. കൃത്യമായി കട്ടപ്പനയിലെ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന ആളുകൾ കൂടിയാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. വിഷവാതകം ശ്വസിച്ചാണ് 3 പേരുടെ മരണം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കീർത്തന, ശരി, മുൻപും ഇത്തരത്തിൽ ഈ ടാങ്കുകൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിരുന്ന ആളുകളാണ്. പക്ഷേ ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ലേ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.